ഹായ് ഫ്രണ്ട്സ്, കാൻഡുഡാറിസിന്റെ ഒരു പുതിയ കോമ്പിനേഷൻ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കമന്റുകളിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തിരൂരുള്ള ഗയാം തിയേറ്റർ ഉണ്ടല്ലോ, മാജിക് ഫ്രെയിം ഗയാം തിയേറ്ററും അതേപോലെ തന്നെ തിരൂരുള്ള CNC തിയേറ്ററിന്റെ ഒരു കോമ്പിനേഷൻ വീഡിയോ ചെയ്യുക എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടുതൽ വന്നിട്ട് ഇതാണ് ഒരു കോമ്പിനേഷൻ വീഡിയോയിലേക്ക് പോയാലോ. തിരൂരുകാരുടെ സിനിമാ ആഘോഷങ്ങൾക്ക് മാറ്റം കൂട്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളാണ് മാജിക് ഫ്രെയിം ഗയാം തിയേറ്ററും അതേപോലെ തന്നെ പുതുതായി വന്ന CNC സിനിമാസും. അപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ സിനിമാ ആഘോഷങ്ങൾക്ക് മാറ്റം കൂട്ടുവാൻ വേണ്ടിയിട്ട് അപ്പം നല്ലൊരു സിനിമാ ആഘോഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരൂരുകാർ മാജിക് ഫ്രെയിം ഗയാമിൽ പോകണോ അതേപോലെ തന്നെ CNC സിനിമാസിലേക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് അധികം ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിഷ്വൽ ട്രീറ്റും നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഏത് തിയേറ്ററിൽ പോകണം മച്ചാനെ എന്നുള്ള കമൻറ്റുകളൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് തിയേറ്ററിൻ്റെയും CNCയുടെയും ഗയാം തിയേറ്ററിൻ്റെയും രണ്ട് ലുക്ക് എന്ന് പറയുന്നത് രണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ CNCനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതുതായി പണിത തിയേറ്ററാണ്, അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. അതേപോലെ ഗയാം തിയേറ്റർ എന്ന് പറയുന്നത് പഴയ തിയേറ്ററാണ്, 1983 തിയേറ്റർ ഓപ്പൺ ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് ഹലാൽ എന്ന് പറയുന്ന ഫിലിമോട് കൂടിയാണ് ആ തിയേറ്ററിലെ പ്രദർശനമൊക്കെ ആരംഭിച്ചത് കേട്ടോ. അമിതാഭ് ബച്ചനാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ആ തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ഘാടനത്തിനൊക്കെ എത്തിയത്. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലും ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പം ഈ ഗയാം തിയേറ്റർ എന്ന് പറയുന്നത് വേറൊരു മാനേജ്മെൻ്റ് ആയിരുന്നു കുറച്ച് കാലത്തോളം നടത്തിക്കൊണ്ടിരുന്നത്. 2 വർഷമായി മാജിക് ഫ്രെയിം ലിസ്റ്റിംഗ് സ്റ്റീഫൻ ഏറ്റെടുത്തിട്ട് അത് പുതുക്കി പണിത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇന്ത്യയിലെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. പഴയകാല സിനിമാ നടന്മാരുടെയും നടിമാരുടെയും സംവിധായകന്മാരുടെയൊക്കെ ഫോട്ടോ വെച്ച് അടിപൊളി സെറ്റപ്പിലാണ് ഇന്ത്യൻ ഡിസൈനൊക്കെ മൊത്തത്തിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് പ്രത്യേക ഫീൽ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴയകാലം മരിച്ചുപോയ നടന്മാരുടെയും സംവിധായകന്മാരുടെ ആ ചിത്രമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രത്യേക ഒരു ഭംഗിയാണ്. ആ ഒരു ലുക്ക് വേറെ തന്നെയാണ്. പക്ഷെ ആ സമയത്ത് CNC സിനിമാസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ലുക്കിലേക്ക് ന്യൂ ഷേപ്പ് തന്നെയാണ്, ഇപ്പോഴത്തെ ന്യൂജൻ തിയേറ്ററിന്റെ ആ ഒരു ലുക്ക് തന്നെയാണ് അതിന്റെ ഇന്ത്യയിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്, ഫ്രണ്ട് ലുക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ CNC സിനിമാസിന്റെയും ഗയാം തിയേറ്ററിന്റെയും നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CNC സിനിമാസിന്റെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുത്തൻ ലുക്കിൽ ആണ് ഇന്ത്യയിൽ മൊത്തം ചെയ്തിരിക്കുന്നത്. വലിയ വിശാലമായി കിടക്കുന്ന ഒരു ഓഡിറ്റോറിയം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സൈഡ് ചുമർ ഭാഗങ്ങളിലൊക്കെ ഒരു വേവ് ECGന്റെ വേവ് കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്രത്യേക ഡിസൈനാണ്. ഏറ്റവും ടോപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചില ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത്, നമ്മൾ തിരമാലകളിലൊക്കെ പോകില്ല അതേപോലെ ഓടിക്കളിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് അവിടുത്തെ ഇന്ത്യൻ ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് ന്യൂ ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ ഗയാമിലേക്ക് പോകുന്ന സമയത്ത് മൊത്തത്തിൽ ചേഞ്ചാണ്. കാരണം വലിയ ഓഡിറ്റോറിയമാണ്, പഴയ ഓഡിറ്റോറിയമാണ്. അതും വേറൊരു ഫീൽ എന്ന് പറയുന്നത് ബാൽക്കണി ഉണ്ട്, അതാണ് വേറൊരു ഫീൽ എന്ന് പറയുന്നത്. ബാൽക്കണി നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ ബാൽക്കണിയിൽ തന്നെ എന്താ പറയുക 100 മേലെ സീറ്റുകളുണ്ട്, താഴെ ഫസ്റ്റ് ക്ലാസ്സിനും അതിന് മേലെ സീറ്റുകളുണ്ട്. അപ്പോൾ അത് ഒരു മാറ്റമുണ്ട്. മറ്റേ CNCയിലേക്ക് പോകുന്ന സമയത്ത് ഒറ്റ ക്ലാസ്സിൽ വരുന്ന സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒറ്റ ക്ലാസ് എന്ന് പറഞ്ഞാൽ എമൗണ്ടിൽ വ്യത്യാസമുണ്ട്, സീറ്റുകളിലും വ്യത്യാസമുണ്ട്, പക്ഷെ ആ ഒറ്റ ഷേപ്പാണ്, താഴെ ഒന്ന് മുകളിലോട്ട്. മറ്റത് പഴയ തിയേറ്ററിൽ ആ 2 കാറ്റഗറി വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗയാമിൽ നമുക്ക് മാജിക് ഫ്രെയിമിന്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഏറ്റവും ടോപ്പിൽ ഒരു പ്രത്യേക രീതിയിലാണ് LED സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേക രീതിയിലാണ് ഈ ഓഡിറ്റോറിയത്തിൽ ലൈറ്റുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്ത്യൻ ലുക്കിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടും 2 കാറ്റഗറിയിൽ പെടുന്ന ലുക്ക് വൈസ് ആണ് നമുക്ക് കാണാവുന്നത്. സ്ക്രീൻ സൈസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഗയാമിലേക്ക് 48 അടി നീളമാണ് സ്ക്രീനിന് വരുന്നത്. അതേപോലെ തന്നെ 22 അടി ഹൈറ്റ് വരുന്നുണ്ട്. അതാണ് സ്ക്രീനിന്റെ ഒരു പ്രത്യേകത ഗയാമിൽ വരുന്നത്. പിന്നെ അതേപോലെ കർട്ടൻ റൈസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്ക്രീനിൽ കർട്ടൻ റൈസും ഉണ്ട് ഗയാമില്. നമ്മൾ CNCയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ 46 അടി വലുപ്പത്തിലുള്ള സിൽവർ സ്ക്രീൻ നമുക്ക് അവിടെ കാണുന്നത്. ഈ CNCയിലും കർട്ടൻ റൈസ് ഉണ്ട്. അപ്പോൾ 2 തിയേറ്ററിലും നമുക്ക് കർട്ടൻ റൈസ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കർട്ടൻ റൈസ് ഏത് തിയേറ്ററിലാണ് ഇഷ്ടപ്പെടുന്നതെന്ന് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ 2 തിയേറ്ററിലും സൗണ്ട് സിസ്റ്റത്തിലേക്ക് പോകുന്ന സമയത്ത് സൗണ്ട് എന്ന് പറയുന്നത് ഡോൾബി അറ്റ്മോസ് ആണ്. നമുക്ക് എല്ലാവർക്കും ഡോൾബി അറ്റ്മോസ് എന്നുള്ള ഒറ്റ കാറ്റഗറിയാണ് ഇഷ്ടപ്പെടുന്നുള്ളൂ അല്ലേ. അപ്പം ഡോൾബി അറ്റ്മോസ് ആണ് ഈ 2 തിയേറ്ററിലും നമുക്ക് വരുന്നത്. അപ്പോൾ CNCയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഡോൾബി അറ്റ്മോസിന്
ശബ്ദത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് 18 സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനി സ്പീക്കേഴ്സ് ആണ്. അതേപോലെ തന്നെ ഗയാമിലും 18 സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനി സ്പീക്കേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. CNCയിൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത് സ്മിത്തിന്റെ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. പിന്നെ 42 ചാനലാണ് CNCയിൽ നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരെ ഗയാമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 68ഓളം സ്പീക്കേഴ്സ് നമുക്ക് അവിടെ കാണാവുന്നതാണ്. അതും 18 സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കേഴ്സ് ആണ് അതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഓഡിറ്റോറിയത്തിൽ അത്രയും വലിയൊരു ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ തന്നെ 4 സബ് ഊഫറുകൾ ഈ നമ്മൾ വാളിൽ കിടക്കുന്ന സ്പീക്കേഴ്സിൻ്റെ ഇടയ്ക്ക് 4 സബ് ഊഫറുകൾ കാണാവുന്നതാണ്. അത്രയും വലിയ ഓഡിറ്റോറിയം ബാൽക്കണിയൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഗയാമിലാണോ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ CNCയിലാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗണ്ട് പിക്ചർ ക്വാളിറ്റി ഒക്കെ ഇഷ്ടപ്പെട്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ 2 തിയേറ്ററുകളും വെടിക്കെട്ട് തിയേറ്ററുകളാണ്, ഒന്നിനൊന്ന് മെച്ചമുള്ള തിയേറ്ററുകളാണ്. അപ്പം ഒന്ന് പുതിയ ന്യൂജൻ തിയേറ്ററും ഒന്ന് പഴയ ആ ഒരു തിയേറ്ററുമാണ്. പക്ഷേ രണ്ടും എല്ലാ ടോപ്പ് ആംബിയൻസും അറ്റ്മോസ്ഫിയറും ഒക്കെ ഉള്ള ഒരു തിയേറ്ററുകളാണ്. അപ്പോൾ ഈ 2 തിയേറ്ററിലും ഒന്നിനൊന്ന് മെച്ചമുള്ള തിയേറ്ററാണ്. അപ്പം ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിയേറ്റർ എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമുക്കൊരു വോട്ടിംഗ് സംവിധാനത്തിലേക്ക് പോകാം. ഏത് തിയേറ്ററാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് അത് നമുക്ക് അതിലൂടെ ആ ഒരു തിയേറ്റർ ഏതാ അടിപൊളി തിയേറ്റർ എന്നുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും വോട്ടിങ്ങിനായിട്ട് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട തിയേറ്ററിന്റെ കമന്റുകളും നിങ്ങളുടെ അനുഭവങ്ങളും അവിടെ 2 തിയേറ്ററിൽ പോയി ഫിലിം കണ്ട അനുഭവങ്ങളും പിന്നെ അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ചൊക്കെ അടിപൊളിയായിട്ടുള്ള കമന്റുകളൊക്കെ പോരട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം.